ഹലോ, ഇന്നൊരു ഞായറാഴ്ച ദിവസമാണ്. അപ്പോൾ ഞായറാഴ്ച ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്ന കുറച്ച് വിശേഷങ്ങളുമായിട്ടുള്ളൊരു വീഡിയോ ആണിത്. കാണാൻ താല്പര്യമുള്ളവർ സ്കിപ്പ് ചെയ്യാണ്ട് കാണാം കേട്ടോ. എന്തായാലും ഞായറാഴ്ച ജോലിയില്ല, അതുപോലെ തന്നെ മക്കൾക്ക് സ്കൂളില്ല. ലേറ്റ് ആയിട്ടാണ് എണീച്ചിട്ടുള്ളത്. ഏകദേശം ഒരു 8 മണിയൊക്കെ ആയിട്ടുണ്ടാവും. നേരത്തോട് തന്നെ കുളിച്ചതിന് ശേഷമാണ് അടുക്കളയിൽ കയറിയിട്ടുണ്ടായിരുന്നത്. തലേദിവസം തന്നെ മക്കൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു മസാല ദോശ ഉണ്ടാക്കണം എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ബാറ്ററും കാര്യങ്ങളും തലേദിവസം ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. നല്ല രീതിയിൽ പൊന്തി വന്നപ്പോൾ അതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ചേർത്ത് ഒന്ന് ഇളക്കി മാറ്റി വെച്ചിട്ടുണ്ട്. മസാല ദോശയ്ക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം അതിൻ്റെ മസാല തന്നെയാണ്. അപ്പോൾ ഒരു ഉരുളൻകിഴങ്ങ് രണ്ടായി കീറിയതിന് ശേഷം നമ്മളത് വേവിക്കാനായിട്ട് കുറച്ച് ഉപ്പിട്ടിട്ട് കുക്കറിൽ അടിക്കാനായിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. ഏകദേശം ഒരു 3 വിസിലൊക്കെ അടിക്കുമ്പോഴേക്കും അത് നല്ല രീതിയിൽ വെന്ത് കിട്ടും. തലേദിവസം നമ്മൾ കുറച്ച് കൂർക്ക വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഇത്തവണ നന്നാക്കിയിട്ടുള്ള കൂർക്കയാണ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. 50 രൂപ അങ്ങോട്ടായിരുന്നു ഈ ഒരു പാക്കറ്റിന് വരുന്നത് കേട്ടോ. അത്യാവശ്യം വലുപ്പമുള്ള നല്ല കൂർക്കയായിരുന്നു. ഏകദേശം 1 കിലോൻ്റെ അടുത്താണ് ഈ ഇതിൽ കൂർക്ക ഉണ്ടായിരുന്നത്. നല്ല കൂർക്കയാണെങ്കിലും നല്ല വൃത്തിയാക്കിയിട്ടുണ്ടെങ്കിലും നമ്മൾ ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്യേണ്ടതായിട്ടുണ്ടായിരുന്നു. അതിൽ ചെറിയ കറുപ്പ് കുത്തുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അത് ചിലപ്പോൾ മണ്ണൊക്കെ ഇങ്ങനെ ഇരിക്കുന്നതാവാം. അപ്പോൾ അത് നല്ല രീതിയിൽ ക്ലീൻ ചെയ്തതിന് വേണം നമുക്ക് കുക്ക് ചെയ്യാനായിട്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് കളഞ്ഞെടുക്കുകയാണ്. ഈ ഒരു സമയം കൊണ്ട് തന്നെ നമ്മുടെ പൊട്ടറ്റോ നല്ല രീതിയിൽ വിസിലടിച്ച് വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ജസ്റ്റ് ഒന്നിങ്ങനെ തൊടുമ്പോഴേക്കും അതിൻ്റെ ആ ഒരു പുറത്തുള്ള ആ തൊലിയൊക്കെ നന്നായിട്ട് പോരുന്നുണ്ടായിരുന്നു കേട്ടോ. എന്തായാലും ഇനി അതിൻ്റെ തൊലിയൊക്കെ മാറ്റിയിട്ട് നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളിലേക്ക് കടക്കണം. കുക്കർ ഒഴിവായ സമയത്ത് തന്നെ ഞാൻ കുക്കറിലേക്ക് കൂർക്ക വേവിക്കാനായിട്ട് വെക്കുകയാണ്. കൂർക്ക കഴുകി വൃത്തിയാക്കിയതിന് ശേഷം പാകത്തിന് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നമുക്കിതൊരു 2 വിസിലടിക്കാം കേട്ടോ. കാലത്ത് ബ്രേക്ക്ഫാസ്റ്റിനുള്ള കാര്യങ്ങൾ ചെയ്യുന്നതിനൊപ്പം തന്നെ ലഞ്ചിനുള്ള കറികളും ഞാൻ പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. എന്തായാലും ഏകദേശം ഒരു 10 മണിയോട് കൂടിയിട്ട് നമ്മളുടെ കിച്ചണിലെ പരിപാടികളൊക്കെ അവസാനിപ്പിക്കണം എന്നാണ് ഞാൻ പ്ലാൻ ചെയ്തിട്ടുള്ളത്. എന്തായാലും നമുക്ക് മസാല ദോശയ്ക്ക് ആവശ്യമായിട്ടുള്ള മസാല ഉണ്ടാക്കാം. അതിന് തന്നെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് കടുകും പിന്നെ കുറച്ച് ഉഴുന്നും ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. കടുക് നല്ല രീതിയിൽ പൊട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ 2 സവോളയും അതുപോലെ തന്നെ കുറച്ച് ഇഞ്ചിയും പച്ചമുളകും പിന്നെ ചെറിയൊരു ക്യാരറ്റും കുറച്ച് കറിവേപ്പിൻ്റെ ഇലയും ആഡ് ചെയ്തിട്ട് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത്യാവശ്യം നന്നായിട്ട് ഇതൊന്ന് വഴഞ്ഞു വരണം. അതിനുശേഷം വേണം നമ്മൾക്ക് പുഴുങ്ങി ഉടച്ചു വെച്ചിട്ടുള്ള ഉരുളൻകിഴങ്ങ് ചേർത്ത് കൊടുക്കാൻ. അതെന്തായാലും അവിടെ കുക്ക് ചെയ്യുന്ന ആ ഒരു സമയം കൊണ്ട് തന്നെ ഇന്ന് ഞാൻ സാമ്പാർ ഉണ്ടാക്കാമെന്നാണ് വിചാരിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് സാമ്പാർ മസാല ദോശയിലേക്ക് എടുക്കാം. അതുപോലെ തന്നെ ഉച്ചക്കലത്തെ ലഞ്ചിന് ഒരു കറിയും ആവും ചെയ്തു. പിന്നെ നമ്മൾ ഓൾറെഡി കുറുക്കുപ്പേരി ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ 2 തരം കറികളും കൂട്ടിയിട്ട് ഉച്ചക്കലത്തെ ലഞ്ച് കഴിക്കാമെന്നാണ് പ്ലാൻ ചെയ്തിട്ടുള്ളത്. എന്തായാലും സാമ്പാർ കഷ്ണം നന്നാക്കുന്നതിൻ്റെ ഇടയിൽ തന്നെ നമ്മുടെ ഈ ഒരു സവോളൊക്കെ നല്ല രീതിയിൽ വഴഞ്ഞു വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു ഉരുളൻകിഴങ്ങും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുറച്ച് ചൂടുവെള്ളം ആഡ് ചെയ്തതിന് ശേഷമാണ് ഈ ഒരു കുഴമ്പ് രൂപത്തിൽ ആക്കിയെടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോഴേക്കും അടുക്കളയിൽ മസാല ദോശയുടെ വിവരങ്ങളൊക്കെ അന്വേഷിച്ച് ഓരോരുത്തർ എത്തി തുടങ്ങിയിട്ടുണ്ട്. അക്ഷയ്ക്ക് രാവിലെ നേരത്തോടു കൂടി ട്യൂഷന് പോകണം. അപ്പോൾ അതുകൊണ്ട് തന്നെ അവന് വേഗം ഞാൻ 2 മസാല ദോശ ഉണ്ടാക്കി കൊടുക്കുകയാണ്. അവന് സാമ്പാർ ഉണ്ടാക്കുന്ന ആ ഒരു സമയം വെയിറ്റ് ചെയ്യാനായിട്ടുള്ളതില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ മസാല ദോശയും അതുപോലെ തന്നെ ഒരു ചമ്മന്തി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അതും കൂടിയിട്ടാണ് ആൾ കഴിച്ചിട്ട് ട്യൂഷന് പോകുന്നത്. എന്തായാലും അവന് മസാല ദോശ ഉണ്ടാക്കി കൊടുത്തതിന് ശേഷം ഞാൻ സാമ്പാറിലേക്ക് അടക്കാണ്. അപ്പോൾ പരിപ്പ് ഓൾറെഡി 2-3 വിസിലടിച്ച് വേവിച്ചിട്ടുണ്ടായിരുന്നു. അത്യാവശ്യം കുറച്ച് കഷ്ണങ്ങളും ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. പൊടികളായിട്ട് നമ്മളിതിലേക്ക് മുളക് പൊടിയും മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ടായിരുന്നു. ഒരു 2 വിസിലടിച്ച് അത് കുക്കർ തുറന്നതിന് ശേഷം ഞാൻ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ടായിരുന്ന തക്കാളിയും വെണ്ടക്കായും മുരിങ്ങക്കായും ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം കൂടി ഒന്ന് ഇളക്കി കൊടുക്കാൻ കേട്ടോ. കുക്ക് ചെയ്ത് വെച്ചിട്ടുള്ള കൂർക്ക നമുക്കൊന്ന് കാച്ചിയെടുക്കാം. ഒരു ചീനച്ചട്ടിയിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. അതിലേക്ക് ചതച്ച് വെച്ചിട്ടുള്ള ചുവന്നുള്ളിയും വെളുത്തുള്ളിയും ചേർത്ത് കൊടുക്കുക. മൂത്ത് കഴിയുന്ന സമയത്ത് നമുക്കതിലേക്ക് ചതച്ച മുളക് പൊടിയോ അല്ലാന്നുണ്ടെങ്കിൽ സാധാരണ നോർമൽ മുളക് പൊടിയോ ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക. ഇനി നമ്മൾ കുക്ക് ചെയ്ത് വെച്ചിട്ടുള്ള കൂർക്കയും കൂടി ആഡ് ചെയ്തിട്ട് ഒരു 5 മിനിറ്റ് ലോ ഫ്ലെയിമിൽ മൂടി വെച്ച് വേവിച്ചെടുക്കുക. ഇതിലേക്ക് നമുക്ക് ഒരു പിടി നാളികേരം കൂടി ചേർത്ത് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞ് നോക്കുമ്പോഴേക്കും നമ്മുടെ കൂർക്കുപ്പേരി തയ്യാറായിട്ടുണ്ടാവും. നല്ല കിട്ടിലും ടേസ്റ്റാണ് നാളികേരമൊക്കെ ഇട്ടിട്ട് ഇതുപോലെ കൂർക്കുപ്പേരി വെച്ച് കഴിഞ്ഞാൽ കേട്ടോ. സാമ്പാർ പൊടി ഇട്ടിട്ടാണ് ഞാൻ ഇന്ന് സാമ്പാർ ഉണ്ടാക്കുന്നത്. നമ്മുടെ വീടിൻ്റെ തൊട്ടടുത്ത് ഒരു ചേട്ടൻ ഉണ്ടാക്കുന്ന സാമ്പാർ പൊടിയാണ് സത്യ സാമ്പാർ പൊടി. നല്ല കിട്ടിലനാണ്, സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ എന്തായാലും പൊടിയൊക്കെ ഇട്ടു, അതുപോലെ തന്നെ പുളിയൊക്കെ പിഴിഞ്ഞ് ഒഴിച്ചതിന് ശേഷം ഞാനതൊന്ന് തിളപ്പിക്കാനായിട്ട് മാറ്റി വെച്ചേക്കാണ്. തിളച്ച് വരുന്ന സമയം കൊണ്ട് തന്നെ നമുക്ക് ദോശ ഉണ്ടാക്കി എടുക്കണം. അപ്പോൾ കല്യാണിക്കും എനിക്കൊന്നും കഴിക്കാനായിട്ടുള്ള ദോശ ഉണ്ടാക്കിയിട്ടില്ല. അപ്പോൾ അതൊക്കെ ഒന്ന് ഉണ്ടാക്കിയെടുക്കുകയാണ്. പിന്നെ ഞാൻ ഇതിലുണ്ടാക്കുന്ന റെസിപ്പിയുടെ ഒന്നും ഫുൾ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള എക്സ്പ്ലനേഷനോ അല്ലാന്നുണ്ടെങ്കിൽ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല. ചെറിയ ഷോർട്സ് മാത്രമേ എടുത്തിട്ടുള്ളൂ. അപ്പോൾ ഇത് പൂർണ്ണമായിട്ടുള്ള ഒരു കുക്കിംഗ് വീഡിയോ അല്ല കേട്ടോ. ജസ്റ്റ് ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ മാത്രം ഒന്ന് കാണിച്ചു തരികയാണ്.
ചൂടായി വന്നിട്ടുള്ള വെളിച്ചെണ്ണയിലേക്ക് കടുകും ഉലുവയും അതുപോലെ തന്നെ വറ്റൽമുളകും ചേർത്ത് നന്നായിട്ടൊന്ന് പൊട്ടിച്ചെടുക്കുക. ആ ഒരു പൊട്ടിച്ചതാണ് നമ്മൾ കാച്ചാനായിട്ട് സാമ്പാറിലേക്ക് ഉപയോഗിക്കുന്നത് കേട്ടോ. അപ്പോൾ സാമ്പാറും കാച്ചി കഴിഞ്ഞു. ഉച്ചയ്ക്ക് ലഞ്ചിന് ആവശ്യമായിട്ടുള്ള സാമ്പാറും കൂർക്കുപ്പേരിയും തയ്യാറായിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ കാലത്തെ ബ്രേക്ക്ഫാസ്റ്റിനായിട്ടുള്ള ദോശയും സാമ്പാറും ഒക്കെ റെഡി ആയിട്ടുണ്ടായിരുന്നു. എന്തായാലും ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചതിന് ശേഷമാണ് ഞാൻ കിച്ചൺ ക്ലീൻ ചെയ്യാനായിട്ട് നിന്നത്. എനിക്ക് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്പോൾ അതുപോലെ നല്ല രീതിയിൽ തുടച്ച് കിച്ചൺ ക്ലീൻ ചെയ്തിടണമെന്ന് നിർബന്ധമായിട്ടുള്ള ഒരു കാര്യമാണ്. അതുപോലെ തന്നെ സിങ്കിൽ ഒരുപാട് പാത്രങ്ങളൊക്കെ കൂട്ടിയിടുക എന്നുള്ളത് എനിക്ക് തീരെ ഇഷ്ടമില്ലാത്തൊരു കാര്യമാണ്. എന്തായാലും കിച്ചണൊക്കെ ക്ലീൻ ചെയ്തു. ഇനി നിങ്ങൾ കാണാൻ പോകുന്നത് ഉച്ചയ്ക്ക് ശേഷമുള്ളൊരു വീഡിയോ ആണ്. ഞാൻ ലഞ്ചും കാര്യങ്ങളൊക്കെ കഴിച്ചു. അതിനുശേഷം കുറച്ച് നേരമൊക്കെ റെസ്റ്റ് എടുത്തതിന് ശേഷം നമുക്ക് കുറച്ച് പരിപാടികൾ നമ്മുടെ ഈ ഒരു ബാൽക്കണിയിൽ ചെയ്യാനായിട്ടുണ്ട്. ഒരു തണ്ട് കറ്റാർവാഴ കൊണ്ടുവന്ന് വെച്ചതിൽ നിന്നാണ് എനിക്ക് ഇത്രയധികം കറ്റാർവാഴ ഞാൻ ഉണ്ടാക്കിയെടുത്തത്. ഇപ്പോൾ ക്ലൈമറ്റൊക്കെ മാറിക്കൊണ്ടിരിക്കുകയാണ്, ചൂടായി. അപ്പോൾ പ്രോപ്പറായിട്ട് നമുക്ക് നനച്ച് കൊടുക്കാനൊന്നും പറ്റുന്നില്ല. അതുപോലെ തന്നെ മണ്ണില്ലാത്തതുകൊണ്ട് തന്നെ കറ്റാർവാഴകളൊക്കെ ഇങ്ങനെ തളർന്ന് വാടിക്കെടുക്കുകയാണ്. അപ്പോൾ ഇതൊക്കെ ഒന്ന് മാറ്റി കുഴിച്ചിടണം എന്നുള്ള പരിപാടിയാണ് ഇന്ന് ഉച്ചയ്ക്ക് ശേഷം ഞാൻ നടത്താൻ പോകുന്നത് കേട്ടോ. എന്തായാലും ഫ്ലിപ്കാർട്ടിൽ നിന്ന് ഞാൻ കുറച്ച് ഗ്രോ ബാഗ് വാങ്ങിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. 289 രൂപ അങ്ങോട്ടാണ് ഈ ഒരു ഗ്രോ ബാഗിന് വരുന്നത്. 10 ഗ്രോ ബാഗാണ് ഇതിലുള്ളത്. അത്യാവശ്യം നല്ല വലുപ്പമുള്ള നല്ല ക്വാളിറ്റിയുള്ള ഗ്രോ ബാഗാണ്. കിട്ടില്ലെന്നായിരുന്നു ഈ ഒരു ഗ്രോ ബാഗ്. നല്ല വലിപ്പമുണ്ട് കേട്ടോ. നമുക്ക് ഒരുപാട് മണ്ണൊക്കെ വെച്ചിട്ട് അത്യാവശ്യം വലിപ്പമുള്ള ചെടികളൊക്കെ ഇതിൽ നട്ടെടുക്കാനായിട്ട് പറ്റും. അതുപോലെ തന്നെ ഉള്ളിൽ റെഡും പുറമെ ഗ്രീനും ഒക്കെ വരുന്ന നല്ല കിഡിലൻ കളർ കോമ്പിനേഷനുള്ള ഒരു ഗ്രോ ബാഗാണ്. ഞാൻ ഈ വെച്ചിട്ടുള്ളത് കറുപ്പ് ഗ്രോ ബാഗിലാണ്. പക്ഷേ ഇതിൻ്റെ അടിഭാഗമൊക്കെ നന്നായിട്ട് എന്താ പറയുക ദ്രവിച്ച് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഗ്രോ ബാഗൊക്കെ മാറ്റണം. അതുപോലെ തന്നെ കുറേ ചെറിയ ചെറിയ കറ്റാർവാഴകളുണ്ട്, അതൊക്കെ ഒന്ന് മാറ്റി നടണമെന്ന് വിചാരിച്ചിട്ടാണ് ഈ ഒരു ഗ്രോ ബാഗ് ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്ന് പർച്ചേസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ കൊണ്ടുവന്ന് തുറന്ന് നോക്കിയപ്പോഴേക്കും കണ്ടില്ലേ ഇത്രയും വലിപ്പമുണ്ട്. നമുക്കിതിൽ ഒരുപാട് മണ്ണ് നിറയ്ക്കാം. അതുപോലെ തന്നെ മുളകുന്തിയും അങ്ങനെയുള്ള ഒരുപാട് തൈകൾ ഇതിൽ വെച്ച് പിടിപ്പിക്കാനായിട്ട് പറ്റുള്ളൂ. അത്രയും കിഡിലനാണ്, സൂപ്പറാണ്. എല്ലാതും നല്ല അടിപൊളി ക്വാളിറ്റി ആയിരുന്നു കേട്ടോ. അപ്പോൾ ഞാനിതുപോലെ 10 എണ്ണം തുറന്ന് വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്കിവിടെ മണ്ണിൻ്റെ ലഭ്യത കുറവാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ആ അടിയിൽ ചപ്പ് ചവറുകളും അതുപോലെ തന്നെ നമുക്ക് നാളികേരമൊക്കെ പൊളിച്ച് കഴിയുമ്പോൾ കിട്ടുന്ന ചകിരിച്ചോറൊക്കെ വെച്ചിട്ടാണ് ഞാൻ ഈ ഒരു കറ്റാർവാഴ നട്ടെടുക്കുന്നത്. പിന്നെ നമുക്ക് ഇതിൻ്റെ ടെറസിൻ്റെ മുകളിലേക്ക് മണ്ണ് കൊണ്ടുവരാനായിട്ട് ഭയങ്കര പാടാണ്, താഴ്ന്നു കൊണ്ടുവരാനായിട്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ മുകളിൽ വെച്ചിട്ടുള്ള ആ ഒരു ചെടികളൊക്കെ മാറ്റിയിട്ട് ആ ഒരു മണ്ണ് വെച്ചിട്ട് തന്നെയാണ് ഇത്തവണയും ഞാൻ കറ്റാർവാഴ നടുന്നത്. പിന്നെ നമ്മൾ കുറച്ച് വെണ്ണൂറും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അല്ലാണ്ട് അഡീഷണലായിട്ട് വേറെ ചാണകമോ അല്ലാന്നുണ്ടെങ്കിൽ ബാക്കിയുള്ള വളങ്ങളൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല കേട്ടോ. കണ്ടില്ലേ കറ്റാർവാഴ ഇതുപോലെ മുകളിലൊക്കെ ഇങ്ങനെ പൊന്തിക്കെടുക്കുകയാണ്, തീരെ മണ്ണില്ലാണ്ട്. അപ്പോൾ 1-2 ഗ്രോ ബാഗിൽ നിന്ന് ഞാൻ മണ്ണ് എടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടിയിട്ട് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഈ ഓരോരോ ഗ്രോ ബാഗിൽ നിറച്ച് വെക്കണം. കറ്റാർവാഴ ഒരുപാട് യൂസ് ചെയ്യുന്ന ആളൊന്നല്ല. ചിലപ്പോൾ വീക്കിലി അങ്ങനെ സമയം കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് അതിൻ്റെ പൾപ്പ് എടുത്തിട്ട് ഹെഡിലൊന്ന് മസാജ് ചെയ്ത് കൊടുക്കും, അത്ര മാത്രമേ ചെയ്യാറുള്ളൂ. പിന്നെ ഇടയ്ക്കൊക്കെ വെളിച്ചെണ്ണ കാച്ചാൻ വേണ്ടിയിട്ട് ഞാൻ വീട്ടിലേക്ക് ഓരോ തണ്ടുകളായിട്ട് കൊണ്ടുപോകാറുണ്ട് കേട്ടോ. അല്ലാതെ ഇതിനധികം യൂസൊന്നും ഞാൻ ചെയ്യാറില്ല. ഞാൻ പ്രോപ്പറായിട്ട് കറ്റാർവാഴ കെയറും ചെയ്യാറില്ല. ഇടയ്ക്ക് വല്ലപ്പോഴൊക്കെ തോന്നുമ്പോൾ വെള്ളം ഒഴിച്ച് കൊടുക്കുന്നത് മാത്രമേ ചെയ്യാറുള്ളൂ. പക്ഷേ ഇത് എന്താ പറയുക, ഒരുപാട് കറ്റാർവാഴ എനിക്ക് ഉണ്ടായി കിട്ടിയിട്ടോ ഓരോ തണ്ടിൽ നിന്നും. എന്തായാലും ഒരു ഗ്രോ ബാഗിൽ ഞാൻ 2 തണ്ട് വെച്ചിട്ടാണ് ഇങ്ങനെ നട്ട് കൊടുക്കുന്നത്. എൻ്റെ ഒരു അനുഭവത്തിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ കറ്റാർവാഴ നടുന്ന സമയത്ത് നമ്മൾ വേര് മാത്രമാണ് മണ്ണിൽ വെച്ച് കൊടുക്കാനായിട്ട് പാടുള്ളൂ. അതിൻ്റെ തണ്ടുകളൊന്നും മണ്ണിൽ ടച്ച് ചെയ്യാനായിട്ട് പാടില്ല. അങ്ങനെ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ അത് പെട്ടെന്ന് തന്നെ ചീഞ്ഞ് തണ്ടുകളൊക്കെ ചീഞ്ഞിങ്ങനെ പോവും. അപ്പോൾ ആ കറ്റാർവാഴ തന്നെ ദ്രവിച്ച് പോകാനായിട്ട് സാധ്യത കൂടുതലാണ് കേട്ടോ. ഒരു തണ്ട് കറ്റാർവാഴ പറിച്ചപ്പോൾ ഒരു 10-15 കട ഒറ്റയടിക്ക് എൻ്റെ കയ്യിൽ പോന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇനി ഇത് നടാനായിട്ടുള്ള ഗ്രോ ബാഗേ നമ്മുടെ കയ്യിലുള്ളൂ. എന്തായാലും ഒരു ഗ്രോ ബാഗിൽ 2 എണ്ണം വെച്ചിട്ട് എൻ്റെ കിട്ടിയിട്ടുള്ള എല്ലാ കറ്റാർവാഴ ചെടികളും ഞാൻ നട്ടിട്ടുണ്ട്. ഒരുപാട് ഇനി നമുക്ക് നടാനായിട്ട് ബാക്കിയുണ്ട് കേട്ടോ. ഏകദേശം കുറച്ച് നാളുകളായി ഞാൻ ഈ ഒരു ഗ്രോ ബാഗിൽ ഇത് നട്ടിട്ട്. അതുകൊണ്ട് തന്നെ ഗ്രോ ബാഗിൻ്റെ അടിഭാഗമൊക്കെ നല്ല രീതിയിൽ ദ്രവിച്ച് പോയിട്ടുണ്ടായിരുന്നു. നമുക്കതിൻ്റെ മണ്ണ് ഇളക്കിയെടുക്കാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു കേട്ടോ. എന്തായാലും കേടായിട്ടുള്ള ഗ്രോ ബാഗുകളൊക്കെ മാറ്റിയിട്ട് ഞാൻ ഈ ഒരു 10 എണ്ണത്തിൽ പറ്റാവുന്ന കറ്റാർവാഴയൊക്കെ വെച്ചിട്ടുണ്ട്. ഇനിയും ഒരുപാട് നമുക്ക് മാറ്റി കുഴിച്ചിടാനൊക്കെ ആയിട്ടുണ്ട്. എന്തായാലും ഇതൊന്നും ഞാൻ പറിക്കുന്നില്ല, കാരണം തൊട്ട് കഴിഞ്ഞാൽ നമുക്കത് പ്രോപ്പറായിട്ട് നടാനായിട്ട് പറ്റണം. അപ്പോൾ അതിനുള്ള ഗ്രോ ബാഗ് ഇല്ലാത്ത കാരണം കൊണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് നനച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഒരു 2-3 പ്രാവശ്യമായിട്ട് ഞാൻ കറ്റാർവാഴ പറിച്ചിട്ട് സെയിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. 1 കിലോ കറ്റാർവാഴയ്ക്ക് 18 രൂപയാണ് നമുക്ക് കിട്ടുക. ഭയങ്കര നഷ്ടമാണ്. എങ്കിലും ഇങ്ങനെ ചീഞ്ഞ് പോകണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് വലിയ വലിയ തണ്ടുകളൊക്കെ ഞാൻ കടയോട് കൂടി പറിച്ചിട്ട് ആയുർവേദ കടകളിലൊക്കെ കൊടുക്കാറുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും നമ്മൾ കറ്റാർവാഴയൊക്കെ നട്ട് കഴിഞ്ഞു. പിന്നെ ആ ഒരു ഭാഗമൊക്കെ കുറച്ച് ക്ലീൻ ചെയ്യാനുണ്ടായിരുന്നു, അതൊക്കെ ക്ലീൻ ചെയ്തു. നട്ടിട്ടുണ്ടായിരുന്ന പുതിയ കറ്റാർവാഴയും അതുപോലെ തന്നെ പറിക്കാൻ പറ്റാതിരുന്ന കറ്റാർവാഴയ്ക്കൊക്കെ നല്ല രീതിയിൽ വെള്ളം ഒഴിച്ച് കൊടുത്തു. ഇനി ഏകദേശം 2-3 ദിവസം കഴിഞ്ഞിട്ടാണ് ഞാൻ ഈ ഒരു ഭാഗത്തേക്ക് വരിക. അപ്പോൾ അതുകൊണ്ട് തന്നെ നന്നായിട്ട് വെള്ളം ഒഴിച്ച് കൊടുത്തു. ഇതൊക്കെയാണ് ഞാൻ ഈ ഒരു സൺഡേയിൽ ചെയ്തിട്ടുണ്ടായിരുന്ന കാര്യങ്ങൾ. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുകയാണ്. എന്തായാലും അടുത്തൊരു കിട്ടില്ല വീഡിയോ ആയിട്ട് ഇനിയും കാണാം. അതുവരേക്കും ബൈ.